ഞാൻ ദുർഗയെ വിവാഹം കഴിച്ചു എന്ന് പറയുന്നതിൽ ചെറിയച്ഛന് നല്ല സംശയമുണ്ട്. അതെ, എല്ലാവർക്കും മുന്നിൽ അത് തെളിയിച്ച് ഞങ്ങൾ എവിടെ നിന്ന് ഇറക്കി വിടാനാ പുള്ളിയുടെ ശ്രമം. അതിനു വേണ്ടി ഏത് നേരവും ഞങ്ങളെ നിരീക്ഷിക്കലാ പണി. ഓ അങ്ങനെയാണോ? എന്നാ അവന്റെ സംശയം ഞാൻ മാറ്റി കൊടുക്കാം. ഏതായാലും വർഷങ്ങളായിട്ടുള്ള നിങ്ങളെ പ്രണയം നല്ല രീതിയിൽ പൂവണിഞ്ഞല്ലോ. എത്ര നാളുകളായി കല്യാണം കഴിക്കാതെ നിങ്ങൾ നിന്നത്. ഇപ്പൊ പൂർണിമയുടെ വാക്ക് കേട്ടിട്ടായാലും കല്യാണം കഴിക്കേണ്ട ധൈര്യം നിങ്ങൾക്കുണ്ടായല്ല അല്ലേ? ആ ഇതാര്? സഹദേവനല്ലേ? അല്ല സഹദേവൻ എവിടെ നിൽക്കുന്നേ? ഞാന് വെറുതെ കാറ്റ് കൊള്ളാൻ. കാറ്റ് കൊള്ളാനൊക്കെ അങ്ങോട്ട് വരണ്ടേ? പിന്നെ വേറെ എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ ചോദിക്കട്ടെ. നല്ല കാറ്റ് അവിടെ കിട്ടൂലേ? വാ. നാടകത്തിന് ശക്തി കൂട്ടാൻ പുതിയ ആളിനെ ഇറക്കിയാണല്ലേ? നാടകോ? എന്ത് നാടകം? അതൊക്കെ വൈകാതെ ഞാൻ തെളിയിക്കും. അപ്പോഴും എല്ലാരും ഇങ്ങനെയൊക്കെ തന്നെ നിക്കണം. എന്റെ സഹദേവ, ഞാൻ സൗദാമനമ്മ പറഞ്ഞിട്ട് കുറച്ച് സാധനങ്ങൾ തരാൻ വേണ്ടി വന്നതാണ്. ദേ ഇപ്പൊ തന്നെ പോവുകയും ചെയ്യും. സഹദേവൻ അറിയോ, ഈശ്വരൻ എന്ന ശക്തി ഉണ്ടെന്നും നമുക്ക് ബോധ്യപ്പെടുന്ന ചില സമയങ്ങളുണ്ടല്ലോ. എന്റെ ജീവിതത്തിൽ അതിലൊന്ന് ഇവരുടെ കല്യാണം നടന്ന കാര്യമാണ്. യഥാർത്ഥ പ്രണയം എന്നായാലും പൂവണി എന്ന് പറയാറില്ലേ, അതാണ് ഇവരുടെ കാര്യത്തിൽ നടന്നത്. നമ്മളൊക്കെ കൊതിച്ചു പോകുന്നത് പോലത്തെ പ്രണയമായിരുന്നല്ലോ ഇവർ രണ്ടുപേരും കൂടെ. ആ രാവിലെ എഴുന്നേറ്റ ഉടനെ ദുർഗയെ കിരണ് കാണണം. ആ അതിന് അവ എന്തോരം കഷ്ടപ്പെട്ടെന്നറിയാമോ? അല്ലടാ കിരണേ? അത് പിന്നെ ദുർഗ എനിക്ക് അത്രയ്ക്ക് ഇഷ്ടമായിരുന്നില്ലേ കുട്ടേട്ടാ? ആ അതെന്താ ഇപ്പൊ ഇഷ്ടമല്ലേ? പിന്നെ ഇവളെന്റെ ജീവനല്ലേ? കാണ് കാണ് കണ്ടു നോക്ക്. കണ്ട 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 ഇവർ രണ്ടുപേരും കൂടെ ചേർന്ന് നിൽക്കുമ്പോഴേ ശിവപാർവതിമാരെ പോലെയല്ലേ? ഒന്ന് നോക്കിയേ, നോക്ക്. എനിക്ക് അത്രയ്ക്കൊന്നും തോന്നില്ല. നിങ്ങൾ ശിവപാർവതി വരെ കണ്ടിട്ടില്ലല്ലേ? അത് സഹദേവന്റെ പ്രായത്തിന്റെ കുഴപ്പോ. ഒരു പ്രായം കഴിഞ്ഞ ചെറുപ്പക്കാരായ കപ്പിൾസിനെ കാണുമ്പോ ചെറിയൊരു അസൂയൊക്കെ തോന്നും. അല്ല സഹദേവ, അത് ആരുടെയും തെറ്റല്ല. എനിക്ക് അത്രയ്ക്ക് പ്രായമൊന്നും ആയിട്ടില്ല. സ്റ്റിൽ യങ്. പക്ഷെ കണ്ട പറയില്ല. ഇനി ഞാൻ ഇവിടെ നിന്ന് ശരിയാവത്തില്ല. ചെറുപ്പക്കാരപ്പോ കേട്ടോ, മൊട്ടത്തലയും കുടുമി. ചെറിയച്ഛന് ഫീലായിട്ട്. പിന്നെ അതിൽ വലിയ കാര്യമൊന്നുമില്ല. ഞാനേ അക്ഷത മോളെ ഒന്ന് കണ്ടിട്ട് വരാം. ഇവിടെ വന്നിട്ട് മോളെ കണ്ടില്ലെങ്കിൽ മോൾക്ക് വിഷമാവും.